നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുറച്ചു ദിവസം നമ്മളുടെ ചാനലിൽ വായനകൾ ഉണ്ടായിരുന്നില്ല. ചെറിയ മെഡിറ്റേഷൻ്റെയും മറ്റു പല കാര്യങ്ങളുടെയും ഭാഗമായി ഞാൻ കുറച്ച് തിരക്കിലായി പോയതാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്നെ എനിക്ക് മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ കഴിയുകയില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എപ്പോഴും ഏത് സാഹചര്യത്തിലും നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും വിശദമായി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി തന്നെ ഈ പ്രണയബന്ധത്തിന് വേണ്ടി ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കലാണ് ഈ വ്യക്തിയുടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന വിനോദം. ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊന്നുമായിട്ടല്ല, നിങ്ങൾ മറ്റാരുടെയും സ്വന്തമാകരുത് എന്നുള്ള അതിയായ ആഗ്രഹവും താല്പര്യവും ഈ വ്യക്തിക്കുള്ളത് കൊണ്ടാണ്. ഈ പേഴ്സൺ എന്നു മുതലാണോ നിങ്ങളെ കണ്ടുമുട്ടിയത്, ആ നിമിഷം മുതൽ തൊട്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയുടേത് മാത്രമാണ് എന്നുള്ള അധികാരപരമായിട്ടുള്ള രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ പ്രണയബന്ധത്തിൽ എന്തൊക്കെ സാധ്യതകളാണോ ഉള്ളത്, ആ സാധ്യതകളെല്ലാം തന്നെ നന്നായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത അഭിമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടെ ജീവിച്ചു മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത്തരം പ്രതിസന്ധികൾ ഒരു ദിവസം വരും, അതിലേറെ മനോഹാരിതയായിട്ട് അത് ജീവിതത്തിൽ നിന്നും പോവുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി കൂടെയുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം തൻ്റെ കൺമുന്നിൽ വരുമ്പോൾ ഈ വ്യക്തി എന്തിന് നിങ്ങളെ ഉപേക്ഷിക്കണം, നിങ്ങളെ വേണ്ട എന്ന് വെക്കണം? ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള വിശ്വാസമാണ് ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തരത്തിലും മാറ്റിവെക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൂർവികരുടെ വളരെ നന്നായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പൂർവികർ അതിമനോഹരമായി തന്നെ ഈ പ്രണയബന്ധത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അവരുടേതായിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണോ അത് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഈ പ്രണയബന്ധത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഈ വ്യക്തി എംപററിന്റെ ഊർജത്തിലാണ് നിലനിൽക്കുന്നത്. താൻ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യവും കരസ്ഥമാക്കുകയും ചെയ്യുമെന്നും താൻ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യവും പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരും എന്നുമുള്ള വാശിയേറിയ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്.
നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തുവാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റുകൊണ്ടും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടുമാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പല സമയത്തും ഈ വ്യക്തിയുടെ ക്ഷമ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും കാര്യത്തെ വളരെയധികം ബോധപൂർവം പക്വതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പോരാളിയായി മാറണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം തനിക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ അതിയായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നേരിട്ടോ അല്ലാതെയോ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നേരിട്ടോ അല്ലാതെയോ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരെങ്കിലും വഴി നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും തീരുമാനവും ഇഷ്ടങ്ങളും നിങ്ങളുടെ മനസ്സിലിരിപ്പും അറിയുവാനുള്ള തന്ത്രപ്പാടിലൂടെയാണ് ഓരോ നിമിഷവും ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് തീർത്തും നിങ്ങളുടെ സ്നേഹം കൂടി വന്നാൽ മാത്രമാണ് അത് പ്രാവർത്തികമാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിന് അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ താൻ ജീവിച്ചിരിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിലേക്കും കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഈ വ്യക്തി ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങളുമായി വളരെയധികം മോശപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിത്തല്ലി പിരിയുകയോ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയോ വിശ്വാസക്കുറവ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും നിങ്ങൾ രണ്ടുപേരും ഉറപ്പായും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുകയും നിങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്യും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ വ്യക്തി അതെങ്ങനെയെങ്കിലും പരിഹരിച്ചുകൊണ്ട് നിങ്ങളുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിച്ചു പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങോട്ട് വളരെ പെട്ടെന്ന് ഉപേക്ഷിക്കുവാനോ മറക്കുവാനോ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അറിയിപ്പിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ നന്മയും ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ളതാണ്. അത് മറ്റു പലവരോടും അതിനെക്കുറിച്ച് പറയുകയും നിങ്ങളെ പുകഴ്ത്തി പറയുകയും നിങ്ങളുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ജീവിക്കുവാനുള്ള മനോഭാവമൊന്നും തന്നെ ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുവാനോ എല്ലാം കൊണ്ടും താൻ ഒറ്റപ്പെട്ട് ജീവിച്ചോളാം എന്നുള്ള ചിന്തകളൊന്നും തന്നെ ഈ വ്യക്തിക്കില്ല. ഇത്രയും മനോഹരമായ മനസ്സിനുടമയായ നിങ്ങൾ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ താൻ എന്തിനെ ഒറ്റയ്ക്ക് ജീവിക്കണം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ കൂടെ താൻ എന്തിനു പോണം എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി പലപ്പോഴും അടിയറവ് വെക്കാറാണ് പതിവ്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റാരുടെയും സാന്നിധ്യം കൊണ്ടോ സംസാരം കൊണ്ടോ കാപട്യ സ്നേഹം കൊണ്ടോ ആവുകയില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇവിടെ ഇപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾ രണ്ടുപേരും പിരിയുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ കമിതാക്കളുടെയോ ഭാര്യാഭർത്തൃ ബന്ധത്തിലെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് നഷ്ടപ്പെടാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഓരോ വേർപിരിയലും അതിനുശേഷമുള്ള കൂടിച്ചേരലുകളിലൂടെയും കൂടുതൽ നിങ്ങൾക്കിടയിലുള്ള വിശ്വാസം ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യവും മനഃശക്തിയും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായ ഒരു പുതിയ അറിവ് തന്നെയാണ്.
എന്തായാലും പൂർവികരുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവിടെ നിങ്ങളെ മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ ഈ വ്യക്തിക്ക് കഴിയുകയില്ല എന്ന് തന്നെയാണ് വളരെയധികം തീർത്ത മനസ്സോടുകൂടി ഈ വ്യക്തി പറയുന്നത്. ഇതാണ് ഇന്നത്തെ വായന. എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.